8 വീരനെ കൊണ്ട് മനഃപൂർവ്വം കടിപ്പിച്ച യുവാവ് 20 അടി നടന്നിട്ട് മരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മൂർഖനെ കൊണ്ട് സ്വയം കടിച്ച് മരിച്ചു. ഇതെന്തിരി അവന് പ്രാന്ത? ഇവിടെ മനുഷ്യന്മാർ ചൂടാന്ന് പാമ്പിനെ പേടിച്ച് ഇവിടെ ഇരിക്കണം. അപ്പോഴാണ് ഒരു ദിവസം തള്ളി നീക്കണമെങ്കിൽ എന്തെല്ലാം ന്യൂസ് കാണണം. അതെ, എന്നെ വിറക് വരുന്ന ആരാ ശൂശൂന്ന് വിളിക്കണേ? നിന്നാണെങ്കിൽ ശൂശൂന്നായിരിക്കൂല, കൂപ്പൂന്നാ കൂക്കൂന്നാ വല്ലതും ആയിരിക്കും വിളിച്ച. പാമ്പാണെന്നാണ് തോന്നണത്. നിനക്കങ്ങനെ തോന്നണതല്ലേ ഉള്ളൂ, കടിച്ചാൽ നമുക്ക് ഉറപ്പിക്കാം. നിങ്ങൾ കളിക്കല്ലേ, അപ്പൊ ഒന്ന് നോക്കിയാണ് അടുപ്പ് കത്തിക്കണമെങ്കിൽ വിറകെടുക്കണം. ഇത് വലിയ ഇടങ്ങേറായല്ല, ഞാൻ മാത്രം വീട്ടിലുള്ള അവന്മാരും ഉണ്ടല്ലോ, അവന്മാരെ വിളിച്ചോണ്ട് പോ. രണ്ടെണ്ണം അവിടെ നിൽക്കാനെ പാമ്പിനെ നിരീക്ഷിക്കാൻ വേണ്ടി. ശബ്ദം കേട്ടിട്ട് ആമസോൺ വനാന്തരങ്ങളിലുള്ള ബ്ലാക്ക് മാമ്പയാണെന്ന് തോന്നുന്നു. എന്റെ പരിമിതമായ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ. പരിമിതമായ അറിവല്ലേ നിനക്കുള്ളൂ, എനിക്ക് മുഴുവൻ അറിവുണ്ട്. ഇത് ആമസോൺ വനാന്തരങ്ങളിലുള്ള ബ്ലാക്ക് മാമ്പ തന്നെ. നീ എന്തിനടാ കാണിക്കണത്? പാമ്പുമായിട്ടെ ആശയവിനിമയം നടത്തണത്. എന്തിനാണിപ്പോ പാമ്പിന്റെ ഭാഷയിൽ പറഞ്ഞ? പോടാ പുല്ലേ പാമ്പേന്ന്. ഡേയ്, വല്ലതും നടക്കോ? ഇത്രയും നേരം നോക്കിയിട്ട് വല്ലതും നടക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ അച്ഛൻ വന്ന സ്ഥിതിക്ക് ഒന്നും നടക്കൂലെന്നാണ് തോന്നണം. രൂപം കണ്ട കരിമൂർക്കനെ പോലെ തന്നെ ഇരിക്കണം. അതിന് നീ ആ പാമ്പിന്റെ രൂപം കണ്ടാ ജലജെ? കണ്ടില്ല, കണ്ട ഉറപ്പിക്കാലോ. അച്ഛ പാമ്പിനെ പിടിച്ചു കൊടുത്താലേ പാരിതോഷികം വല്ലതും കിട്ടും. അച്ഛനൊന്ന് ട്രൈ ചെയ്. പിടിക്കണതിന്റെ ഇടയിലേ ഞാനെങ്ങനെ അതിന്റെ കൊത്തു കിട്ടി തട്ടിപ്പോയി എന്തിനോടെ? അത് തന്നെയാണ് നമ്മളെ ഉദ്ദേശം. അച്ഛന്റെ പേരുള്ള ഇൻഷുറൻസ് കിട്ടിയാൽ മതി. സ്നേഹമുള്ള മക്കൾ. നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ വിറക് വരെ അകത്തോടെ ചെന്നാണി. ഇടിച്ചു കയറി ചെല്ലാനേ, അവിടെ കല്യാണത്തിന് സദ്യ വിളമ്പയല്ല, വിഷഹാരിയാണ് വിഷഹാരി. ഞാൻ പോയേ ഫ്ലൂട്ട് എടുത്തുകൊണ്ട് ഒന്ന് വായിച്ചാലാ? ഓ, ഞാൻ പോയി ഗിത്താർ എടുത്തോണ്ട് വരാം. എന്റെ നമുക്ക് ഇവിടെ ഒരു കൺസേർട്ട് നടത്താം. എടാ, ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലൂട്ട് വായിച്ച് പാമ്പിനെ വശത്താക്കി അത് ബെല്ലി ഡാൻസ് കളിച്ച് പോയോല്ല, അപ്പൊ പിടിച്ച് ചാക്കിലാക്കാന്ന്. തലക്കിട്ടൊരു കൊട്ട് കൊടുക്കണം. പാമ്പിനെ കണ്ട തലക്കിട്ട് എന്നെ കൊടുക്കണം. പാമ്പിന്റെ കാര്യമല്ല, നിന്റെയൊക്കെ തലക്കിട്ട് കൊട്ടണം ആരോട് ഞാൻ പറഞ്ഞത്. എല്ലാരും ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി. ജലജെ, നീ ഇപ്പൊ തന്നെ പാമ്പിനെ കുഴിച്ചിടാനുള്ള കുഴി പോയിട്. അതിനെ കണ്ടതുപോലുമില്ല, അതിലേക്ക് കുഴിയെടുക്കാറായ. എന്റെ നീക്കങ്ങൾ എപ്പോഴും സ്പീഡായിരിക്കും. പാമ്പിനെ കാണുന്നു, പിടിക്കുന്നു, പറത്തി കുഴിയിലിടുന്നു. അതുപോലെ തന്നെ പാമ്പും നിങ്ങളെ കാണുന്നു, കൊത്തുന്നു, പറത്തി കുഴിയിലോട്ടിടുന്നു. പാമ്പിനിടുന്ന കുഴിക്ക് തൊട്ടപ്പുറത്ത് നിങ്ങൾക്കൂടെ ഒരു 6 അടി കുഴി എടുക്കട്ടെ ഞാൻ. ജലജെ, പാമ്പിനേക്കാൾ കൊടുംവശമാണ് ഈ ഓരകു തലമൂര്. ഇവിടെ പാമ്പോട്ട് കൺഫേം, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യ്. അച്ഛൻ നമ്മൾ എന്ത് ചെയ്യട്ടെ? നീക്ക ചെയ്തിട്ട് ഒരു ഉപയോഗമല്ലടേ. എന്നാലും ഒരു കാര്യം ചെയ് മഹേഷ്, നീ പോയി ചാക്കെടുത്തിട്ട് വാ പാമ്പിനെ പിടിക്കാൻ. ഓ, അപ്പൊ ഞാൻ ഒന്നും ചെയ്യണ്ടേ? ജിത്തു, നീ എൻ്റെ കൂടെ കൈകളായിട്ട് നില്ല്. പാമ്പിനെ എങ്ങനെ പിടിക്കണമെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചോളണം. അടുത്തിന് ഞാൻ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ഇതോടുകൂടി അച്ഛന്റെ കാര്യം തീരുമാനം ആവുമല്ലേ? എന്നെ തീരുമാനമാവണതിന് മുമ്പേ ആ പാമ്പിന് ഞാൻ ഒരു തീരുമാനമാക്കും. ഉഫ്, തൊള്ള 10,000 കഴിവ് വട്ടപ്പൂജ്യവും. 2 കുഴി എടുത്ത്. അമ്മ പെട്ടെന്ന് കുഴിക്ക്. ഞാനും അച്ഛൻ അവനും കൂടെ പാമ്പിനെ പിടിക്കണത്. അപ്പൊ ഇനി 2 കുഴി എക്സ്ട്രാ എടുക്കേണ്ടി വരും. നീ ഇങ്ങനെ പേടിക്കാതെ, ഇതൊക്കെ ഒരു പാമ്പാണ്. പിന്നെ ഇതെന്തൊരു കുരങ്ങനാ? എടാ, സ്കൂളിൽ ഞാൻ പഠിക്കണ സമയം ക്ലാസ് റൂമിന്റെ ഫാനിൽ ഒരു പെരുമ്പാമ്പ് തൂങ്ങിക്കിടക്കണം. പഠിക്കാൻ വന്നതായിരിക്കും. അല്ല, ഫാനിന്റെ കപ്പാസിറ്റർ പോയിട്ട് മാറ്റാൻ വേണ്ടി വന്നത്. എടാ, ഇല്ലാത്ത കഥ ഞാൻ എഫർട്ട് ഇത്രയും പറയല്ലേ, നീ അതിനോട് മാന്യതയിലും കാണിയില്ലേ? പെരുമ്പാമ്പ് എല്ലാരും വിഴുങ്ങുമെന്നുള്ള അവസ്ഥയിലിരിക്കുകയാണ്. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാമത്തെ ബെഞ്ചില 2ാമതിരുന്ന കുട്ടി അവനായിരിക്കും മെയിൻ ഹീറോ. അച്ഛന്റെ ഇൻട്രൊഡക്ഷൻ അല്ലേ? അല്ല, അവന്റെ തൊട്ടപ്പുറത്തിരുന്നാണ് ഞാൻ. അയ്യോ, ചമ്മി ചമ്മി ചമ്മി. അങ്ങനെ പെരുമ്പാമ്പ് ഫാനിൽ തൂങ്ങി നിൽക്കുകയാണ്. മക്കളെ, അച്ഛൻ വേറെ ഒന്നും നോക്കിയില്ല. ബെഞ്ചിൽ നിന്ന് ഒരു ചാട്ടം, പെരുമ്പാമ്പിന് ഒരു പിടുത്തം, അങ്ങനെ വലിച്ചിട്ട് കറക്കി 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 ഒറ്റേറി. കണ്ട ആ കറക്കലേക്ക് ഈ സീം തന്നെ ഇരുന്നു. അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. കറക്കി ഒറ്റേറി. അതിനുശേഷം ടീച്ചർമാരും പിള്ളേരും എല്ലാവരും കൂടെ കൂട്ട കൈയടി അടിച്ച് സൂപ്പർമാൻ ഓഫ് ദി ഇയർ അവാർഡ് അച്ഛന് തന്നു കാണും. അല്ല, നിനക്ക് തെറ്റി. ഫാനിലാണല്ലോ പെരുമ്പാമ്പ് കുരുങ്ങി കിടന്നത്. അപ്പോഴേ അതിന്റെ വാല് ചെറുതായിട്ട് ഉത്തരത്തിലും കൂടെ പിടഞ്ഞു കിടന്നു. ഞാൻ വലിച്ചപ്പം ചെത്തിരുന്ന ഉത്തരെല്ലാം കൂടെ 40 പേരെ മണ്ടയിൽ കൂടെ വീണു. അങ്ങനെ എന്നെ സ്കൂളിൽ നിന്ന് ചെത്ത് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പഠിത്തം നിർത്തുന്നത് സ്കൂളിലെ പഠിത്തം നിർത്തിയ കഥ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അച്ഛൻ പണ്ട് പറഞ്ഞ? മക്കളെ, സീസൺ അനുസരിച്ച് കഥയും കഥാസന്ദർഭങ്ങളും മാറും. പക്ഷെ ഹീറോ എപ്പോഴും അച്ഛനായിരിക്കും. അപ്പൊ ഇവിടെ പോയി കിടക്കണ്ടേ? ഡേയ്, നിന്റെ ചേട്ടൻ ചാക്ക് ഉണ്ടാക്കാൻ പോയേക്കണ. ചാക്ക് എവിടെ ഇരിക്കണം?
ഇതെന്തൊരു തറയിൽ കിടന്ന കറുത്ത കളർ? അമ്മയുടെ കരിമണി മാല എന്ത് കിടന്ന് ഇടയാണ്? പാമ്പ് പാമ്പ് അച്ഛാ അച്ഛാ എന്തരാ? പാമ്പ് പാമ്പ് പാമ്പിനെ പിടിക്കാല്ലേ പിന്നെ നമ്മളിവിടെ ഒരു ചുരപ്പില്ലാതെ നിൽക്കണത്. നീ അതിലെ ചാക്കെടുക്കാൻ പോയടേ. വീട്ടില് സൂസു. വീട്ടിൽ പിടുത്തു വെച്ചാ നീ? അമ്മയടുത്ത് പറ, അവളെ കഴിവും. എടാ എന്റെ പൊന്നച്ച, വീട്ടിന്റെ അകത്താണ് പാമ്പെന്ന്. ആ അപ്പൊ ഇവിടെ ഇല്ലേ? അച്ഛന്റെ തള്ളു കഥ കേട്ട് മിക്കവാറും ഓടി കയറിയതായിരിക്കും വീട്ടിന്റെ അകത്ത്. അതെ, മൊത്തത്തിൽ 4 കുഴി എടുത്തിട്ടുണ്ട്. കുഴി കുറഞ്ഞു പോയെന്ന് അവസാനം പറയരുത്. പാമ്പ് എവിടെ? പാമ്പാട്ടി. പാമ്പ് വീട്ടില് ചലച്ചേ. അപ്പോഴേക്കും പാമ്പിനെ തീർത്ത് ചാക്കിലാക്കി അകത്ത് കൊണ്ട് വെച്ചാ. എന്തിനാണ് എല്ലാം കൂടെ ചാക്കിലാക്കി അകത്ത് കൊണ്ട് വെക്കണത്? ഒന്നിന്റെ ക്ഷീണത് വരിക്കും മാറിയില്ല. അമ്മ, പാമ്പ് പുറത്തല്ല അകത്താണെന്ന്. ആരുടെ അകത്ത്? വീട്ടിന്റെ അകത്ത്. ഞാൻ ചക്കപ്പുഴുക്കും മത്തിപ്പുളി വെച്ചത് ഉണ്ടാക്കി വെച്ചതാണ്. ഇനി അങ്ങനെ അകത്ത് കഴിക്കും. ഇനിയിപ്പോ വീട്ടില് അതിഥി വന്ന സ്ഥിതിക്ക് അത് കഴിച്ചിട്ട് പോട്ട് ചലച്ചേ. കൂനും മെക്കുരു ആയില്ലേ ഈശ്വര. എന്റെ ചാർജർ അകത്തിരിക്കണം, ഒന്ന് പോയി എടുത്തോണ്ട് വരൂ. ഓ എന്നെ കുരുതി കൊടുക്കാനല്ലേ? എന്നാലും ആ പാമ്പ് എന്റെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ അകത്ത് കയറി? ചാറ്റിയുടെ ഫ്ലൈറ്റ് പിടിച്ചേ അകത്ത് കയറി കാണും. നിങ്ങൾ എങ്ങനെയെങ്കിലും അതിനെ പുറത്താക്കാനുള്ള വഴി ആലോചിക്കും. ടൈമായി. എന്തിനച്ചാ? ഉറങ്ങാൻ നല്ല ഉറക്കം പറയണം. ഒരു പാ കെട്ടിയിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് ഞാൻ ഉറങ്ങിയേനെ. അച്ഛൻ പെരുമ്പാമ്പിനെ കറക്കിയെടുത്ത് എറിഞ്ഞല്ലേ, ഇതിനെയും കൂടെ എടുത്ത് എറിഞ്ഞു നോക്കി. അത് പെരുമ്പാമ്പടെ, ഇതിന് നീളമില്ല. അങ്ങനെ പെട്ടെന്ന് കറക്കിറിയാൻ പറ്റൂല. ഇനി കറക്കിറങ്ങി തന്നെ കൈ കോച്ചി പിടിക്കും. പണ്ടത്തെ പോലെ അല്ല. നമുക്കേ അകത്ത് കീരിയെ പിടിച്ചിട്ടാല, എന്നിട്ട് അപ്പഴീ പാമ്പിനെ കീരി പിടിക്കൂലേ? അപ്പൊ പിന്നെ ആ കിരി ആര് പിടിക്കൂടാ? പരുതിനെ കൊണ്ടിട്ടാല. നീ ഒരു കാര്യം ചെയ്, ഈ പാമ്പിനെ ഒരു തവളയും കൂടെ പിടിച്ചിട്ടോട്. അപ്പൊ ഈ ഫുഡ് ചെയിൻ കംപ്ലീറ്റ് ആവും. ആ പാമ്പിന്റെ കടിയിട്ട് അങ്ങ് തീർന്നാ മതിയായിരുന്നു. ഒന്നും കേൾക്കേണ്ടി വരൂലല്ലോ. എന്തിനാ ചെന്നൈ രാത്രി വിളിച്ചു വരുത്തിയാ? ചന്ദ്രി, വീട്ടിന്റെ അകത്ത് ഫ്രിഡ്ജിരിക്കുന്ന പാല് ഒന്ന് എടുത്തു തരോ? അതിനാ നീ പാതിരാത്രി വിളിച്ചു വരുത്തിയത്. എനിക്ക് വ്രതം, പാല് എടുത്ത വ്രതം മുറിയും. അതൊക്കെ എന്തൊരു വ്രതം? ഈ കടാകടിമാർക്ക് കയറി എടുത്തൂടെ? ഞങ്ങള് രണ്ടെണ്ണം അടിച്ചിട്ട് നിൽക്കുകയാണ്. തൊട്ടാ പാല് പിരിയും. കഴിപ്പണങ്ങളുടെ കുടുംബം തന്നെ. ആംബുലൻസിനെ വിളി, അവളെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് പോവാം നമുക്ക്. ഓ കിടന്ന് വിളിക്കണ്ട, ഞാൻ ദാ വരണേ. ഇതാര് കിടന്ന് വിളിക്കണത്? കടിച്ച് കടിച്ച് കടിച്ച്. ഹലോ ഫയർഫോഴ്സ്. ചേച്ചി, അകത്ത് പാമ്പ്. എവിടെ ഇരിക്കണ ചന്ദ്രി? ഫ്രിഡ്ജിരിക്കണ വാഷ് ബേസിന്റെ അവിടെ. ഞാൻ നേരത്തെ ജില്ലയുടെ കൂടെ നോക്കിയപ്പോഴേ അവിടെ തന്നെ ഇരിക്കണത്. നിങ്ങൾ എന്നെ കൊലക്ക് കൊടുക്കാൻ വിളിച്ചതാണല്ലേ? കൊലക്ക് കൊടുക്കാനല്ല, പാമ്പിന് കൊടുക്കാൻ. ചന്ദ്രൻ നിന്നെ പാമ്പ് കടിച്ചില്ലല്ലേ? ഇല്ല രഘുചേട്ടാ. പാമ്പ് സേഫായി. എന്നാ ശരി, ഞാൻ പോണ്. നിങ്ങളെ പാമ്പിനെ കളിപ്പിച്ചോണ്ടിരിക്കി. ചന്ദ്രി, എന്ത് ഇതിനിപ്പോ എന്തൊരു ചെയ്യും? ഞാൻ എന്തിനു ചെയ്യാ? രഘുചേട്ട പയറ് പോലെ നിക്കല്ലേ. ഇതൊക്കെ പയറ് പോലെ നിക്കണമെന്നേ ഉള്ളൂ. കൊത്തിയരിഞ്ഞ് പയറ് പോലെ വെക്കാൻ കൊള്ളാം. ചേച്ചി, നമ്മൾ ഈ പട്ടിയും പൂച്ചയൊക്കെ പെറ്റായിട്ട് വളർത്തൂലേ, അതുപോലെ ഇതിനെ അങ്ങ് പെറ്റായിട്ട് അങ്ങ് വളർത്തി. എന്നാ നീ കയറി പിടിച്ചിട്ട് പെറ്റായിട്ട് കൊണ്ട് വളർത്ത്. 3 നേരം പാല് കൊടുത്താൽ മതിയല്ലേ? ആൾറെഡി വീട്ടിലൊരു കവട്ട പാമ്പുണ്ട്. അതിനെ നോക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. ഈ കൂട്ടത്തിൽ ആരുണ്ട് ധൈര്യശാലിയായിട്ട്? മൈൻഡാക്കണ്ട, ഇറ്റ്സ് എ പ്യൂർ ട്രാപ്പ്. കാട്ടിക്കേറി ഒറ്റയ്ക്ക് ഒറ്റക്കൊമ്പനെ നേരിട്ടവനാ എന്റെ അപ്പൻ, പുലിക്കാട്ടിൽ മാത്തച്ഛൻ. ചേച്ചി, രഘുചേട്ടന് 2 തണ്ടയുണ്ടോ? വളർത്തച്ഛനെങ്ങാനും ആണോ? ഇവിടെ ആരും അച്ഛൻ്റെ അത്ര ധൈര്യശാലിയല്ല, അതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോയാ മതി. ഒസ എന്നും പറഞ്ഞ് ഈ നെഞ്ചു തടവൊക്കെ ഉള്ളുവാ. രഘുചേട്ടാ, ഒറ്റയ്ക്കൊന്നും ചെന്ന് കയറി കൊടുക്കരുത്. കരിയില കളറിലുള്ള ഒരു സാധനമാണ് അകത്തിരിക്കണത്. കരിയില കളറാ? ഞാൻ കണ്ട പാമ്പിന്റെ കളറേ കരിമണിമാലയുടെ കളറായിരുന്നു. ഞാൻ കണ്ടത് കരിയില കളറാണ്. നിങ്ങൾ പറഞ്ഞത് വെച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വീട്ടിൽ 1 അല്ല 2 പാമ്പാണ് കയറിയിരിക്കുന്നത്. ഒരു പാമ്പേ കാണുള്ളൂ. ഇവന് കളർ ബ്ലൈൻഡ്നെസ് വലുതും ആയിരിക്കും. അല്ല,
പാമ്പുകളുടെ എണ്ണം എത്രയായിക്കോട്ടെ, പക്ഷേ രക്ഷകൻ ഒന്നേ ഉള്ളൂ. ഇയാളത് എന്തിനു ചേച്ചി? വീഡിയോ ഭയങ്കര ലാഗായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ക്യാരക്ടറിനെ കൊണ്ടുവരാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റൂല. ഞാൻ ഒരു വിഗ് വെക്കട്ടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ വിളിക്കാൻ സമയമായടാ. തമ്പി, മകുടി തമ്പി, ഇതൊക്കെ ആര്? പാമ്പുകളുടെ തലതൊട്ടപ്പൻ, കരിമൂർഖന് കരി വരച്ചു കൊടുത്തവൻ, മേക്കപ്പ് ആർട്ടിസ്റ്റാ, അണലിക്കുഞ്ചിന്റെ അരയിൽ അരഞ്ഞാണം കെട്ടിക്കൊടുത്തവൻ, തട്ടാന, 8 അടി വീരന് 8ന്റെ ഇഞ്ചോടി പഠിപ്പിച്ചു കൊടുത്തവൻ, കണക്ക് മാഷ, മൂർഖന്റെ മൂർധാവിൽ കയറി മൊത്തം കൊടുത്തവൻ. ഇതൊന്നും അല്ല, ഒരു ഭ്രാന്തൻ. അവൻ ഇവിടെ വരവറിയിച്ചാൽ പാമ്പുകളെല്ലാം പേടിച്ച് മാളത്തിൽ കയറി ഒളിച്ചിരിക്കും. ഇതൊക്കെ ഉള്ളത് തന്നെ. നിങ്ങൾ പറഞ്ഞ ആള് ഫോട്ടോയിലെങ്കിലും പാമ്പിനെ കണ്ടിട്ടുണ്ടാ? ഫോട്ടോയിലെ പാമ്പിനെ പോലും അവൻ വശീകരിച്ചെടുക്കും. വശീകരിച്ചവൻ പാമ്പിനെ കെട്ടാൻ പോണ. ഈ പാതിരാത്രിക്ക് വിളിച്ച് അങ്ങേര് വരൂ. രാത്രി വേറെ ആര് വിളിച്ചാലും അവൻ ഫോൺ എടുക്കില്ല. പക്ഷേ ഞാൻ വിളിച്ചാൽ ആദ്യത്തെ ഇറങ്ങിൽ തന്നെ അവൻ ഫോൺ എടുക്കും. ഫസ്റ്റ് റിങ്. പുഴി തുടങ്ങി രണ്ടാമത്തെ റിങ്. 3 4 ഫോൺ ഇടാ തമ്പി, ഞാൻ ഇവിടുന്ന് പുഴുങ്ങാണ്. டே தம்பி, ரெகுன்னு கூப்பிடாரு, சீக்கிரம் வாங்கோ, நாங்க ஒரு ஆபத்துல இருக்கு. എന്തിന് മാസ്? ഒരു റിങ്ങിൽ ആളാവാൻ നോക്കിയത് അണച്ചു വിട്ടില്ലേ? മകുട ഊഞ്ഞാലാട്ടി. തിന്നത് ദഹിച്ചെല്ലാം തോന്നുന്നു. തട്ടി കറക്കാൻ നോക്കണം. ഞാൻ പോയി ഒരു ഗ്യാസിന്റെ കുളി എടുത്ത് കൊടുക്കട്ടാ. കണ്ടിട്ടൊരു പാമ്പുടുത്തക്കാന്റെ ലുക്കൊന്നും ഇല്ലല്ലേടാ? എനിക്കും തോന്നണില്ല. മകുടി നിന്നെ കണ്ട് എത്ര നാളായടാ? എങ്ങനെ കാണും ചേട്ടാ? കുറച്ചു നാൾ ഞാൻ പെരുമ്പാമ്പിന്റെ വയറ്റിലായിരുന്നു. പെരുമ്പാവൂരിലെ വയറ്റിലുണ്ട്. വയറ്റിലെ കൊച്ചിയിലല്ലേ? പെരുമ്പാവൂർ വയറ്റിലല്ല ചേച്ചി, പെരുമ്പാമ്പില്ല, നല്ല പൊണ്ണം പാമ്പ്, അതിന്റെ ഉള്ളിലായിരുന്നു. എതുക്കണ്ണാ? ഒന്നും പറയണ്ട, എന്റെ കയ്യിൽ ഒരു പെരുമ്പാമ്പിന്റെ കുണ്ണുണ്ട്. അതിന് ഭയങ്കര ഡൈജഷൻ പ്രോബ്ലം. ഞാനൊരു ഏഴപ്പം വാങ്ങിച്ച് അതിന്റെ തൊള്ളയിലോട്ട് ഊത്തിക്കൊടുത്തു. പെരുമ്പാമ്പല്ലേ, എന്തറിയാം, എന്നെ സെത്ത് വിഴുങ്ങി. 2-3 മാസം ഞാൻ പെരുമ്പാമ്പിന്റെ വയറ്റിൽ തന്നെ കിടന്നു. പിന്നെ അതിനും അടുത്തപ്പോൾ അത് വാ വഴി എന്നെ പുറത്തോട്ട് തള്ളി. കണ്ടാടാ, നീക്ക ഞാൻ അവനെ പറ്റി പറഞ്ഞപ്പോ എന്നെ പുച്ഛിച്ച്. ഇപ്പൊ എന്തരായി? മകുടി, നമുക്ക് സമയം കളയില്ല. നീ പെട്ടെന്ന് പോയി പാമ്പിനെല്ലാം കൂടെ പുറത്തിട്. ചേട്ടാ, പാമ്പിന് എത്ര വലിപ്പമുണ്ട്? വളിപ്പം ഇത്രേ ഉള്ളൂടെ. ഞാൻ പോണം. പോവില്ലേ പോവില്ലേ? പിന്നെ എന്താ ചേച്ചി, 100 മീറ്റർ പാമ്പാണ് എന്താ മിനിമം റിക്വയർമെന്റ്. ഇതൊരുമാതിരി അണ്ണിക്കുഞ്ച് കണക്ക് ഇറക്കണ്. അടുത്ത പ്രാവശ്യം വീട്ടിൽ അനാക്കൊണ്ടേ കയറ്റി താമസിപ്പിച്ചോളാം. ഇപ്പൊ ഇതൊന്നും എടുത്തോണ്ട് പോയി. എനിക്ക് വേണ്ടി എന്തെങ്കിലും അണ്ണനക്ക് ഞാൻ പണ്ണും. അണ്ണനക്ക് മറ്റും ഞാൻ പണ്ണുവേ. അണ്ണനിട്ടേ പണ്ണുന്നവൻ എനിക്കിട്ട് പണ്ണും. ആടോ പാമ്പേ, ആടാണ് പാമ്പേ, ആടാണ് പാമ്പേ. പോയവൻ പാമ്പിനെ പിടിച്ചോണ്ട് വരുമോ ചേച്ചി? പിടിച്ചോണ്ട് വന്ന അവന് കൊള്ളാം, ഇല്ലെങ്കിൽ പാമ്പിന്റെ പോത്ത് നമുക്ക് കൊള്ളാം. അച്ഛ, എന്നാലും ഇങ്ങനെ ചെവരെയൊക്കെ കോണ്ടാക്ട്സ് ഉള്ളത്? ഇതൊക്കെ എന്ത്? കോണ്ടാക്സിലെ അമേരിക്കൻ പ്രസിഡന്റ് TV-യിൽ കണ്ട അനിയൻകുട്ടന്റെ നമ്പർ എവിടെ? എടാ, മറ്റേ ഡിസ്കവറി ചാനലിൽ ഒച്ചിനെ പാറ്റിയതെന്ന് ഓർത്തുകൊണ്ടല്ല. ബിയർ ഗിൽസിന്റെ നമ്പറാ? അത് ബിയർ ഗിൽസ്, ഇത് ബിയർ കുട്ടപ്പൻ. ബിയറിനോട് അവൻ തവളയൊക്കെ കഴിക്കും. അവന്റെ കോണ്ടാക്റ്റും ഉണ്ട്. സുട്ടുമണി എങ്ക ഇറക്ക്, ഇറങ്ങി വാ, അണ്ണൻ വന്നിருக்கு, ഉന്നെ കൊണ്ടുപോകുന്നതൊക്കെ. എന്തോന്നറിയാ എവിടെ? ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് അനിയത്തെ വിളിക്കാൻ വന്ന ചേട്ടനാ. സീക്രം വാ, ഉനക്ക് ലിപ്സ്റ്റിക് ഇട്ട് തരേ, പൗഡർ പോട്ട് തരേ. കെട്ടാൻ വന്നത് എന്നെ. ഇങ്ങ ഇരിക്കാ, അങ്ങ ഇരിക്കാ. ശരി, ഞാൻ 10 വരെ എണ്ണ പോറേ. പാമ്പിന്റെ കൂടെ ഇരുന്ന് സാറ്റ് കളിക്കണം തോന്നണ്. ഇതൊക്കെ അവന്റെ രീതിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാമ്പിനെ പിടിച്ചത് അവൻ കബഡി കളിച്ചാണ്, അറിയാമോ? 9, 10. என்ன அசிங்கப்படுத்தாத செல்லம். சரி, நான் உங்களுக்கு ஒரு பாட்டு பாடித்தரேன். ஏன் வத்திக்க வச்சா, வத்திக்க வத்திக்க சத்திக்க வச்சா, சித்திக்க சித்திக்க வத்திக்க வச்சா. അതാ റീൽ എടുക്കണം. റീൽ എടുക്കുമ്പോഴേ പാമ്പ് വന്ന് ഡുവറ്റ് അടിക്കുമായിരിക്കും. അപ്പം പിടിച്ച് ചാക്കിലാക്കുമായിരിക്കും.
செல்லம் உங்களுக்காக பாட்டு பாடியாச்சு, டான்ஸ் ஆடியாச்சு. உங்களுக்காக குழப்பாக்கட்டு பிரியாணி வாங்கி வச்சிருக்கு. വാ ഒത്ത് സാപ്പിടலாம். പാമ്പിനെ എങ്ങനെ ബിരിയാണി വാരി കൊടുക്കൂ? എടാ അവന്റെ ഗ്ലാസ് മാറ്റ് ആരെന്നറിയാമോ? രാജവെമ്പാല നീർക്കോലിയൊക്കെ ടച്ചിങ് സാധനം എടുത്ത് നക്കിക്കളായി. കണ്ണ് നീ വരൂലല്ലേ, ഞാൻ കട്ടീസ് പോട പോറേൻ. എനക്ക് തെരിയും നീ വരൂന്ന്. വാ 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 വാ. എന്ത് ശോഷിച്ചു പോയി. ബൂസ്റ്റിൽ പാലൊന്നും കലക്കി ആരും തരൂലേ? കുഴപ്പമില്ല, ഞാനേ നിനക്ക് സെർലാക്സിൽ ഹോർലിക്സ് കലക്കി തരാം. വാ 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 വാ. കുളിക്കൂലല്ലേ? പരവായില്ല, ഞാന് സ്പ്രേ പോട്ട് തരേൻ. നല്ല വാസന. ഇനി ഉന്നോட പാർട്ട്ണർ എങ്ക ഇருக்கு? എങ്ക ഇருக்கு? അമ്പടാ തക്കിട്. അകത്ത് ദാണ്ട തമിഴ് പച്ചപ്പാസം നടക്കണ്. ഏതായാലും ഞാൻ ഇങ്ങനെ കൂടെ പോവാൻ പോണു. എന്തിനി? എടാ വെറുതെ സെർലാക്ക് ഹോർലിക്സ് ഒക്കെ കിട്ടൂടാ, വെറുതെ ഇത് കളയണോ? തമ്പി പാമ്പിനെ കളച്ചാച്ചാ. എന്നാ വളരെ നന്ദിയുണ്ട് തമ്പി. നന്ദിയൊന്നും വേണ്ട. അടുത്ത ടൈം അണാക്കൊണ്ടേ അകത്ത് തള്ളി വിടുങ്കോ. ശരി അണ്ണാ, ബൈ. ഏതായാലും പാമ്പ് പോയി കിട്ടി. ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ചേച്ചി പിന്നെ ഞാൻ അങ്ങോട്ടെ പോട്ടാ. നീ പോയാലെന്ത് വന്നാലെന്ത്? നീ എന്തിനാണ് ഇവിടെ കയറുന്നോ? ചുമ്മാ വെറുതെ വീഡിയോയിൽ ലെങ്ത് കൂട്ടാൻ വേണ്ടി ഓരോന്ന് മാരണങ്ങൾ. നീ എന്തൊരു ചെയ്ത് പോയാലോ? ഓ പോട്ടാ. അച്ഛാ, നമ്മൾ വീട്ടിന്റെ അകത്ത് കയറിക്കോട്ടെ? നീയൊക്കെ കയറാൻ വരട്ട്. ഞാനല്ലേ ചെറുക്കിന് ഏർപ്പാടാക്കിയത്. അപ്പൊ ഞാൻ ആദ്യം കയറി ഒന്നും കൂടെ എല്ലാം കൂടെ സെർച്ച് ചെയ്യും. എന്നിട്ട് നീ കയറിയാൽ മതി കേട്ടെ. സ്നേക്ക് ഫ്രീ ഹൗസ്. അവൻ കൊണ്ടുവന്ന പുതിയാണല്ല, എടുക്കാൻ മറന്ന. അച്ഛന്റെ ഫോണിൽ എവിടെ നിന്ന് അടിക്കണത്? എടുക്കാൻ മറന്നാ? ഹലോ ഹലോ അണ്ണാ. ആ തമ്പി അണ്ണാ, പറ അണ്ണാ. ആ മോനെ, അണ്ണൻ ഒരു ബിഗ് ചോപ്പർ വീട്ടിന്റെ അകത്ത് വെച്ച് മറന്നു. ആ അണ്ണൻ രാവിലെ വന്ന് എടുത്തോളാം. ഒരു കാരണവശാലും അത് തുറക്കരുത്. ഇറ്റ്സ് ഡേഞ്ചർ. ഓ ഇതെന്തരാണ്? നിങ്ങളല്ലേ ആ തുറക്കുകയൊന്നും ചെയ്യൂല അണ്ണാ. എന്നാലും അറിയാ ഒരു ആഗ്രഹം. ബിഗ് ഷോപ്പിൽ എന്തിനാണുള്ളത്? ഒന്നുമില്ല, ചെറിയൊരു സംഘ് പറയാൻ. ആ അലുവ വല്ലതും ആണാൻ തോന്നുന്നു. നീളത്തിന് വിധങ്ങളല്ല.